ഇത് വീട്ടിലുണ്ട് പല ആളുകളുടെയും, പക്ഷെ ഇത് നോക്കുന്നത് തെറ്റാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് അധികം ആളുകൾ നോക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ബി പി കൂടുതലുണ്ടോ കുറഞ്ഞിക്കണോ എന്നൊന്നും നമ്മൾ ശരിക്കും മനസ്സിലാവൂല. അങ്ങനെ നമുക്ക് ബി പി നോക്കാം. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓടിക്കതച്ച് വന്ന് ബി പി നോക്കാണ്ട് ഒരു 5 മിനിറ്റ് ഒക്കെ റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് വേണം ബി പി നോക്കാൻ. രണ്ടാമത്തെ നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടോ പുക വലിച്ചിട്ടോ കോഫിയോ ചായ ഒക്കെ കുടിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബി പി നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് ബി പി കൂടുതലായിട്ട് കാണിക്കുന്നതാണ്. മൂന്നാമതായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്ന അവസ്ഥയിൽ പോയിട്ട് ബി പി നോക്കാൻ പാടില്ല. അതും ബി പി കൂടുതലായിട്ട് കാണിക്കാൻ സാധ്യത. നാലാമത്തെ വിഷയം, നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ ബി പി നോക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ ബി പി കുറച്ച് കുറഞ്ഞതായിട്ടാണ് കാണിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ബി പി നോക്കാൻ വേണ്ടിയിട്ട് ഒരു കസേരയിൽ ഇരിക്കുക. സോഫയിൽ ഇരിക്കേണ്ട കേട്ടോ, അത് ഒഴിവാക്കുക. അത് വളഞ്ഞിട്ടാണ് രക്തമൊക്കെ വരിക. അപ്പൊ നിങ്ങൾ കസേരയിൽ നേരെ ഇരിക്കുക. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് കൈ ഇതേപോലെ ഒരു മേശന്റെ പുറത്തേക്ക് വെക്കുക. ആ മേശ പറ്റ താഴ്ന്നതാവരുത്. അഥവാ ഏകദേശം ഒരു ഹാർട്ടിന്റെ ഹൈറ്റ്, നമ്മളെ ഹാർട്ട് എവിടെയല്ലേ ഉള്ളത്, ഈ ഒരു ഹൈറ്റിൽ കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ കൈ വെക്കണം. ഇനിയാണ് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ തൽക്കാലം സുഖത്തിന് വേണ്ടിയിട്ട് ഈ കൈയിലേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് സംശയം ഏത് കയ്യിലാണ് നോക്കുന്നത്? രണ്ട് കയ്യിൽ നോക്കിയാലും കുഴപ്പമില്ല, രണ്ടും സെയിം റീഡിങ് തന്നെ ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ബി പി നോക്കുന്ന ആളാണെങ്കിൽ രണ്ട് കയ്യിലും ഒന്ന് നോക്കണം. കാരണം ചില ആളുകളിൽ കണ്ടിൽ ഡിഫറൻസ് വരാറുണ്ട്. അത് ഒരു നോർമൽ 10ന്റെ ഡിഫറൻസ് ഒക്കെയാണ് കുഴപ്പമില്ല. 10ന്റെ അധിക ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യണം, ഡോക്ടറോടൊന്ന് സൂചിപ്പിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സാധനം, ഇതിനെ കഫ് എന്നാണ് വിളിക്കുക. ഈ സാധനം നമ്മൾ കെട്ടുമ്പോഴാണ് അധികം ആളുകൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കയറ്റും ഡ്രസ്സിന്റെ മുകളിലൂടെ. ഈ ഡ്രസ്സിന്റെ മുകളിലൂടെ കയറ്റുന്ന റീഡിങ്ങിൽ വ്യത്യാസം വരുത്തുന്നുണ്ടാവും. അപ്പോ ഇതെങ്ങനെ കെട്ടേണ്ടതെന്നറിയോ? ഈ വയറ് കണ്ടോ താഴത്തേക്ക് നിൽക്കുന്നത്, ഇത് ഇതേപോലെ തന്നെ താഴേക്ക് തന്നെ വരണം. ചില ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി ഈ മോൾക്ക് ഇങ്ങനെ ആകരുത്. ഇത് താഴേക്കുള്ള രീതിയിൽ നമ്മൾ കൈന്റെ ഡ്രസ്സൊക്കെ മുകളിലേക്ക് പൊന്തിച്ച് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കൂടെ കെട്ടുക കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കണ്ടേ നോക്കി. ഇതിപ്പോ നമ്മളെ വയറ് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പല ആളുകളും ശ്രദ്ധിക്കാത്തത്, ഇത് കൊണ്ടുപോയിട്ട് ഈ ജോയിന്റിലാണ് കെട്ടും. ഈ ജോയിന്റിന്റെ അകത്ത് കെട്ടും. അങ്ങനെ ചെയ്യരുത്. കുറച്ച് മുകൾക്ക് നമ്മൾ ഈ എൽബോ ജോയിന്റ് നിന്ന് 2 വിരല് അവിടെ വെക്കാനുള്ള ഗ്യാപ്പ് വേണം. 2 വിരല് വെക്കാനുള്ള ഗ്യാപ്പിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ടൈറ്റ് ചെയ്യാൻ. ഇത് ടൈറ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓവർ ടൈറ്റ് ആവരുത്, എന്നാൽ പറ്റ ലൂസും ആവരുത്. ഇതിന്റെ അടിയിൽ ഒരു 2 വിരൽ ഇങ്ങനെ കയറി നിൽക്കാൻ ഒരു ഗ്യാപ്പ് വേണം. 2 വിരൽ നമുക്ക് ഇതിന്റെ അടിയിലേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ അടങ്ങിയിരിക്കണം. പിന്നെ ഓടി നടക്കുക, വെറുതെ ഒച്ചുണ്ടാക്കി വർത്താനം പറയാ, അതൊന്നും വേണ്ട. എന്നിട്ട് ഇതിൽ കണക്ട് ചെയ്യുക, ബി പി അപ്പാരറ്റസിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് കൊടുക്കുക. ഇവിടെ ചില ആളുകൾ ചെയ്യുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇതിങ്ങനെ പിടിക്കും. ഇവിടെ നമ്മൾ ലൂസാക്കി പിടിക്കണം. ലൂസാക്കി പിടിച്ചാൽ കറക്റ്റ് ആയിട്ട് ആ മസിലൊക്കെ ലൂസായി നിൽക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ ബി പി നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ഹെൽത്തി.